സ്കൂൾ കുട്ടികൾക്കും വഴിയാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തിയ തേനീച്ചക്കൂട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ എടുത്തുമാറ്റി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വിവരം അറിയിച്ചിരുന്നുവെങ്കിലും ഇവർ പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കിടിലൻ കിടുക്കാച്ചി ഓഫറുകളുമായി വണ്ടിപ്പെരിയാർ സെന്റ് ആന്റണീസ് ഷോപ്പിംഗ് മാർട്ട് ക്രിസ്തുമസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അതിവിശാലമായ ഇരുനിലകളിലായി നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഗൃഹോപകരണങ്ങളും, ക്രോക്കറി ഐറ്റംസ്, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, സ്റ്റീൽ, അലുമിനിയം പാത്രങ്ങൾ എന്നിവയും തിരഞ്ഞെടുക്കാം. കൂടാതെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ വിവിധ കമ്പനികൾ നിങ്ങൾക്കായി ഒരുക്കിക്കഴിഞ്ഞു. ഹോം അപ്ലയൻസസുകൾക്ക് 25% വരെ ക്രിസ്തുമസ് ഓഫറും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ക്രിസ്തുമസ് രാവിൽ മഞ്ഞു പൊഴിയുന്ന കോംബോ ഓഫറുകളും, പ്രീതി മിക്സി, ഡിന്നർ സെറ്റ് ഉൾപ്പെടെ 3300 രൂപ മാത്രം. ബട്ടർഫ്ലൈ മീഡിയം ഗ്യാസ് സ്റ്റവ് പാത്രങ്ങൾ ഉൾപ്പെടെ 4499 രൂപ. മീഡിയം പ്രീതി ഗ്രൈൻഡറുകൾ 50% വരെ വിലക്കുറവ്. ഇൻഡക്ഷൻ കുക്കർ 2600 രൂപ മുതൽ. ഇതുകൂടാതെ മീഡിയം ഗ്രൈൻഡർ 50% വരെ വിലക്കുറവ്. ഒപ്പം ക്രിസ്തുമസ് പുതുവത്സര സമ്മാനങ്ങൾ നൽകാൻ ഒട്ടനവധി സമ്മാനങ്ങളും. നിങ്ങളുടെ കുട്ടികളുടെ ആനന്ദത്തിനായുള്ള കളിപ്പാട്ടങ്ങളും സ്പോർട്സ് ഐറ്റം, ട്രോഫി, മൊമന്റോ എന്നിവയുടെ ആകർഷണമായ കളക്ഷനുകൾ. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി നിങ്ങൾ വാങ്ങുന്ന ഓരോ 1000 രൂപയുടെ പർച്ചേസിനും പ്രത്യേക സമ്മാനവും ഈ ഉത്സവകാലത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ പിന്നെ നേരത്തെ വിട്ടോ നമ്മുടെ സെന്റ് ആന്റണീസ് ഷോപ്പിംഗ് മാർട്ടിൽ. ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് സമീപമാണ് റോഡിനോട് ചേർന്നുള്ള മരത്തിൽ മലന്തേൻ വിഭാഗത്തിൽപ്പെട്ട തേനീച്ചകൾ കൂടുകൂട്ടിയത്. ഗവൺമെന്റ് UP സ്കൂൾ, ഹൈസ്കൂൾ തുടങ്ങിയ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഇതുവഴിയാണ് കാൽനടയായി സ്കൂളിലേക്കും തുടർന്ന് വീട്ടിലേക്കും മടങ്ങുന്നത്. ഇതുകൂടാതെ കാൽനട യാത്രക്കാരും വിനോദസഞ്ചാരികൾ അടക്കമുള്ള വാഹന യാത്രക്കാരും കൂടുതലായും കടന്നുപോകുന്ന ദേശീയപാതയോരത്താണ് ഇവ കൂടുകൂട്ടിയത്. ആളുകൾക്ക് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന തേനീച്ചകളെ മാറ്റണമെന്ന് പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിനോയ് PT മൗണ്ട് ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിക്കുകയും എടുത്തു മാറ്റാനുള്ള നടപടി ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഇത് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഫോറസ്റ്റ് അധികൃതർ നൽകിയ മറുപടി. തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് തന്നെ ഇവയെ ഇവിടെ നിന്നും മാറ്റാൻ വിദഗ്ധ സംഘത്തെ ഏർപ്പെടുത്തിയത്. ഇവർ എത്തി രാത്രി സമയത്ത് പുക ഉപയോഗിച്ച് തേനീച്ചകളെ മാറ്റുകയും തേൻ നിക്ഷേപിക്കാൻ തയ്യാറാക്കിയ റാട്ട് എടുത്തു മാറ്റുകയും ചെയ്തു. ഇതോടെ ഇതുവഴി കടന്നു പോകുന്ന കുട്ടികളടക്കമുള്ള ആളുകൾ ഭീതി കൂടാതെ കടന്നുപോകാൻ കഴിയുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.